കഴിഞ്ഞ പ്രാവശ്യം പോലെ ഈ പ്രാവശ്യം അവേ പാർക്കിൽ ഫൺ ഫെയർ വന്നപ്പോൾ ഞങ്ങൾ ഓർത്തു എന്നാൽ പിന്നെ ഒന്ന് പോയി കളയാന്ന്. അങ്ങനെ ഞങ്ങൾ പിള്ളേരുമായിട്ട് അവേ പാർക്കിലെത്തി. ആകാശത്ത് മഴക്കാരുണ്ടായിരുന്നെങ്കിലും നമ്മൾ കാണിക്കുന്ന വെതർ ഫോർകാസ്റ്റിൽ മഴ പെയ്യില്ല എന്നൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് കയറി. ഈ പ്രാവശ്യം അവേ പാർക്കിലെ ഫൺ ഫെയർ ഇച്ചിരി എക്സ്പെൻസീവ് ആയിരുന്നോ എന്ന് എനിക്ക് സംശയം. കയറുമ്പോൾ എൻട്രൻസ് ചാർജിൽ £1 ഉണ്ടായിരുന്നു. അതിന് പുറമെ അകത്ത് കയറി റൈഡുകളിൽ വേറെ ചാർജും. കഴിഞ്ഞ പ്രാവശ്യത്തെ ചാർജ് ഓർക്കാത്തതുകൊണ്ടാവും ഈ പ്രാവശ്യത്തെ ചാർജ് കുറച്ച് കൂടുതലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കാശ് കൊടുത്താലും പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൈഡുകളാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാം തന്നെ പിള്ളേർക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൈഡുകളൊക്കെ തന്നെയായിരുന്നു. അവിടെയുള്ള റൈഡുകളിൽ ഞങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയതും ബൗൺസി ജംഗിൾ കാസ്റ്റിലായിരുന്നു. അതിനകത്ത് 2 പേരുടെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ആ മുകളിലുള്ള സ്ലൈഡൊക്കെ ഞങ്ങൾ 2 പേരും കൂടെ സ്ലൈഡ് ചെയ്ത് എൻജോയ് ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ട് ഇതിനിടയ്ക്ക് പകുതിയായപ്പോൾ തന്നെ ചെറുതായിട്ട് മഴ തുള്ളി തുടങ്ങി. അപ്പോൾ തന്നെ ഞങ്ങളെന്നാൽ പിന്നെ തിരിച്ചു പോയാലോ എന്ന് ചിന്തിച്ചു തുടങ്ങിയെങ്കിലും എന്നാൽ 2 റൈഡുകൾ കയറാം എന്ന ചിന്തയിൽ ഞങ്ങൾ പിന്നെയും വെയിറ്റ് ചെയ്തു. കുട്ടികൾ റൈഡിൽ കയറുന്നതിനിടയ്ക്കാണ് ഞാൻ നൈസായിട്ട് സൈഡിൽ കൂടെ അഡൾട്ട്സിൻ്റെ റൈഡിലേക്ക് ഇട്ട് നോട്ടം നോക്കി. പക്ഷെ അതിൻ്റെ സ്പീഡ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു എനിക്കെന്തോ കയറാൻ തോന്നിയില്ല. ഭയങ്കര ഭയാനകമായിട്ട് തോന്നിയതുകൊണ്ടാവാം. അങ്ങനെ ഇരുന്നപ്പോഴാണ് മഴയുടെ ശക്തി കൂടിയതും ഒരുപാട് കാർമേഘങ്ങൾ ഉരുണ്ട് കൂടിയതും. അങ്ങനെ ഞങ്ങൾ പരിപാടി അവസാനിപ്പിക്കാമെന്ന് വെച്ച് അവസാനത്തെ റൈഡായ ഹോഴ്സ് റൈഡിൽ കയറി ഞങ്ങൾ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൈഡുകൾ തന്നെയായിരുന്നു. മഴയില്ലായിരുന്നു, നല്ല കാലാവസ്ഥയായിരുന്നെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റൈഡുകൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.